കേരളവും തമിഴ്നാടും ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് DMK അംഗം കനിമൊഴി ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പരിഹാസം ചൊരിഞ്ഞതും കൈകൾ കൊണ്ട് വലിയ ചേഷ്ടകൾ കാണിച്ചതും ഇന്ന് വളരെ ചർച്ചയായിരിക്കുകയാണ്. കനിമൊഴി പറഞ്ഞപ്പോൾ തൃശൂർ MP കൂടിയായ സുരേഷ് ഗോപി അവജ്ഞയോടെ ചിരിച്ച് കൈമലർത്തി ചില ചേഷ്ടകൾ കാണിക്കുന്നതാണ് പാർലമെൻറ്റിൽ നിന്നുള്ള കാഴ്ചകളിൽ ഉള്ളത്. കേരളത്തോടും തമിഴ്നാടിനോടും കേന്ദ്രം ഇങ്ങനെ കൈമലർത്തി കാണിക്കുകയാണെന്ന് കനിമൊഴി തിരിച്ചടിച്ചു. ആഭാസകരമായ ചേഷ്ടകളിലൂടെ സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് കനിമൊഴിയുടെ ചുട്ട മറുപടിയും അടങ്ങുന്ന വീഡിയോ വൻതോതിൽ പ്രചരിച്ചു. സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സുരേഷ് ഗോപി ശ്രമിക്കാത്തതിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തം നേരിടാൻ സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MP മാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോൾ സുരേഷ് ഗോപി മാറി നിന്നതും ഇന്ന് വലിയ ചർച്ചയായിരിക്കുകയാണ്. വയനാടിനെക്കുറിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗം സംസാരിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള BJP MP കഥകളി മുദ്ര കാണിച്ചുവെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ജനപ്രതിനിധികളിൽ നിന്ന് ജനങ്ങൾ ഇതല്ല പ്രതീക്ഷിക്കുന്നതെന്നും ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അതിന് തക്കതായ പരിഹാരം കാണുകയാണ് സുരേഷ് ഗോപി ചെയ്യേണ്ടതെന്നും സാംസ്കാരിക കേരളം ഇതാണ് സുരേഷ് ഗോപിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും സാംസ്കാരിക നേതാക്കൾ പറഞ്ഞു. സുരേഷ് ഗോപി കുറച്ചുകൂടി പക്വതയോടുകൂടി പെരുമാറണമെന്നും കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിൻ്റെ വളർച്ചയോടൊപ്പവും കേരളത്തിൽ ഉണ്ടായ ദുരന്തത്തിന് അർഹമായ പണം കേന്ദ്രത്തിൽ നിന്നും ചോദിച്ചു വാങ്ങുന്നതിലും സുരേഷ് ഗോപി മുൻകൈ എടുക്കണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തരത്തിലുള്ള നടപടികൾ മറ്റു സംസ്ഥാനത്തെ MP മാർ അവലംബിക്കുമ്പോൾ അവരെ കൊഞ്ഞനം കുട്ടി കാണിക്കുന്നതും അവരെ അവഹേളിക്കുന്നതും സംസ്കാരശൂന്യമായ നടപടിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.